ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രീരീസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇത് ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരുന്നത് ഒരു സ്പെഷ്യൽ സാൻഡ്വിച്ചാണിത്. ഒരു ചിക്കൻ സാൻഡ്വിച്ചാണിത്. നല്ല ഹെവി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണിത്. അപ്പോൾ ഇത് എല്ലാവർക്കും നല്ല വിശന്നിരിക്കുന്ന സമയത്തൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണിത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണിത്. ഇതെല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഇത് നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഈ സാൻഡ്വിച്ച് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഒരു 150 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് ഞാനിവിടെ പാനിലേക്ക് ഇടുകയാണ്. ഇതിലൂടെ ഒരല്പം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരല്പം നേരം ഇത് വേവിക്കാൻ വയ്ക്കാം. ഈ സമയം നമുക്കിതിലേക്ക് വേണ്ടുന്ന വെജിറ്റബിൾസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി നീളത്തിലരിഞ്ഞാണ്, കുരു എല്ലാം കളഞ്ഞിട്ട് നീളത്തിലരിഞ്ഞെടുത്ത തക്കാളിയാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ നീളത്തിലരിഞ്ഞിരിക്കുന്ന 1/2 കപ്പ് ക്യാബേജ് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നീളത്തിലരിഞ്ഞിരിക്കുന്ന ഒരു മീഡിയം സൈസ് സവാളയാണിത്. അതും കൂടെ നമുക്ക് ഈ വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈയും കൊണ്ട് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിലരിഞ്ഞതാണ്. ചെറിയ ക്യാരറ്റാണിത്. ഏകദേശം ഒരു 1/4 കപ്പേ ഉണ്ടാവുള്ളൂ ഇത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയം നമ്മുടെ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് വെന്തിട്ടുണ്ട്. നമുക്കിനി മിക്സ് ചെയ്തത് എല്ലാം കൂടെ നമുക്ക് ആ ചിക്കനിലേക്കും കൂടെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്യുമ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കുക്കിംഗ് ടൈം കുറച്ച് കുറഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് നല്ലോണം മിക്സ് ചെയ്യുന്നത്. വിനാഗിരി ഒക്കെ ഒഴിച്ചിട്ടാണ് ഞാനിവിടെ മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം ഉപ്പിൻ്റെ അളവൊന്ന് നോക്കണം. ഉപ്പ് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഇത്രയും മിക്സ് ആയാൽ മതി. നമുക്കിനി നമ്മുടെ ചിക്കനിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വരുന്നുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരല്പം വെള്ളം ഇവിടെ ബാക്കിയുണ്ട്. നമുക്ക് ഈ സമയം നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ ഒരല്പം വെള്ളം ബാക്കിയുണ്ടല്ലോ, ആ വെള്ളം മതി. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും നമുക്കിതിന് ആഡ് ചെയ്യണ്ട. ആ വെള്ളത്തിൽ ഇതൊന്ന് കുക്കായി കിട്ടിക്കോളും നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം സോയാ സോസും ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ സോയാ സോസ് എടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ അളവിൽ ചില്ലി സോസാണിത്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എരിവ് കുറച്ച് കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഒരല്പം നേരം വെള്ളം ഒന്ന് വറ്റുന്നവരെ കുക്കാവാൻ മതി. നമുക്ക് അടച്ചു വയ്ക്കാം. ഒരല്പം നേരം കുക്കാവട്ടെ. ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിക്കാൻ വെച്ചേക്കുന്നത്. നമ്മുടെ ഇതെല്ലാം കുക്കായിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. വെള്ളമെല്ലാം വറ്റി വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഇതിന് വേണ്ട ബ്രെഡ് നമുക്ക് സാൻഡ്വിച്ചിന് വേണ്ട ബ്രെഡ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് നമുക്ക് ഇതിൽ മുക്കിയിട്ട് വേണം പൊരിച്ചെടുക്കണം. അപ്പോൾ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മുട്ട നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെക്കുകയാണ്. നമുക്ക് ബ്രെഡ് ഇതിൽ മുക്കിയിട്ട് അപ്പോൾ തന്നെ നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പാൻ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം നെയ്യോ ബട്ടറോ എണ്ണയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരല്പം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരല്പം നെയ്യ് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബട്ടറോ എണ്ണയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഈ എഗ്ഗിൻ്റെ മിക്സിലേക്ക് മുക്കിയിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് ടോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള സ്ലൈസസ് നമുക്ക് ടോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇതിലേക്ക് ഞാൻ ഫില്ലിങ് വെക്കുകയാണ്. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണിത്. നല്ല ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയതാണിത്. വിശന്നിരിക്കുമ്പോഴൊക്കെ നമുക്കിത് പ്രിപ്പയർ ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ വേറൊരു അടിപൊളി റെസിപ്പിയായി വരുന്നവരേക്കും till then take care, bye.